പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ആഴ്ചയിൽ നമ്മുടെ മദ്രസകളും ദീനിയായ സ്ഥാപനങ്ങളും ദഅവ കോളേജുകളും ശരീഅത്ത് കോളേജുകളും ദർസുകളൊക്കെ തുറക്കുകയാണ്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. ഒരുപാട് വെക്കേഷൻ 2 മാസക്കാലം സ്കൂളിൽ അവധിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ മക്കൾ നിർബന്ധമായും ആത്മീയമായ മതപരമായ അറിവ് നൽകുന്നതിൽ നമ്മൾ ബദ്ധശ്രദ്ധരായിരിക്കണം. തീർച്ചയായും ഈ വിഷയം വളരെ ഗൗരവത്തിൽ നമ്മൾ എടുത്ത് ആത്മീയമായ മതപരമായ അറിവ് നമ്മുടെ കുട്ടികൾക്ക് നൽകിയേ പറ്റൂ. അല്ലാതിരുന്നാൽ നമ്മളൊക്കെ കൈവിരൽ കടിക്കേണ്ടി വരും. അല്ലാഹു തആല നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ നാഫിയായ ഇൽമ് വർദ്ധിപ്പിച്ചു തരട്ടെ. കാലഘട്ടത്തിനനുസരിച്ച് ആത്മീയമായ ഇൽമ് അടിയന്തരമായി നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ചിലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ മക്കൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പേടിച്ചു പോകുന്ന ഘട്ടങ്ങൾ കടന്നു വരികയാണ്. ഇന്നത്തെ ഖുത്ബയിൽ പറഞ്ഞല്ലോ, എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും കടങ്ങളും തിരക്കുകളൊക്കെ തീർന്നിട്ട് നന്നാകാം, ഇൽമു പഠിക്കാം എന്ന് ആരും ധരിക്കേണ്ടതില്ല. പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ തീർന്നിട്ട് നല്ലൊരു സമയം ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ഇന്നത്തേക്കാളും കൂടുതൽ വിഷമങ്ങളും പ്രയാസങ്ങളും ദുരന്തങ്ങളും യുദ്ധങ്ങളും ആയിരിക്കും തുടർന്നുള്ള ഓരോ ദിവസങ്ങളിലും ആഴ്ചകളിലും മാസങ്ങളിലും വരാനിരിക്കുന്നത്. ഇന്നത്തേക്കാളും പ്രയാസമായിരിക്കും നാളത്തേക്കാളും ഇത്രയും ഫസാദുമുള്ള ദിനങ്ങളായിരിക്കും മറ്റന്നാളെ. ഈ വർഷത്തേക്കാളും പ്രയാസങ്ങൾ നിറഞ്ഞ വർഷങ്ങളായിരിക്കും അടുത്ത വർഷം. അതെ, ഓരോ സമയങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കും, പ്രയാസങ്ങളും ഷർറുകളും ഉള്ളതായിരിക്കുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എത്രത്തോളം ഹദീസിൽ കാണാം, ബുഖാരിയിൽ കാണാം. ഒരു കാലം വരാനുണ്ട്. അതെ, ലാ തഖൂമു സഅ, അന്ത്യദിനം സംഭവിക്കുകയില്ല. ഹത്താ യമുറ റജുലു ബി ഖബരി റജുൽ, ഒരു സഹോദരൻ മറ്റൊരു സഹോദരന്റെ ഖബറിന്റെ ചാരത്തിലൂടെ നടന്നു പോകുമ്പോൾ ഫയഖൂൽ, അയാൾ പറഞ്ഞു പോയി, യാ ലൈതനി മകാനോ, അല്ലാഹ് ഈ ഖബറിൽ കിടക്കുന്ന ആള് ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ജീവിതം മടുത്തിട്ട് പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും യുദ്ധങ്ങളും ഒന്നിനു പിറകെ ഒന്നായി വന്ന് ഞാനൊക്കെ മരിച്ചു പോയിരുന്നെങ്കിൽ, ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ഞാനായിരുന്നുവെങ്കിൽ, ഫയഖൂൽ യാ ലൈതനി മകാനഹു, അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് കൊതിച്ചു പോകുന്ന കാലം വരാനുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, കടലിലെ തിരമാല നിന്നതിനു ശേഷം മീൻ പിടിക്കുക എന്ന് നോക്കാത്തതുപോലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ കഴിഞ്ഞിട്ട് പഠിക്കാൻ നന്നാകാം എന്നത് ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് ഇൽമു പഠിപ്പിക്കണേ. നമ്മുടെ മക്കളെ നിന്ന് ഒരാളെങ്കിലും ആലിമാക്കാൻ നമ്മൾ തീരുമാനിക്കണം. എന്റെ ഒരു മകനെങ്കിലും ആലിമാകണം. ഖുർആൻ അറിയുന്നവനായിരിക്കണം, ഹദീസ് അറിയുന്നവനായിരിക്കണം, ഫിഖ് അറിയുന്നവനായിരിക്കണം. നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ, അതിന് മസ്ലഹത്തിന് മുന്നിൽ നിൽക്കാൻ ഒരു നല്ലൊരു പണ്ഡിതൻ നമ്മുടെ കുടുംബത്തിൽ വേണം. ആ നിരക്ക് നമ്മുടെ മക്കളിൽ ഒരാളെങ്കിലും മുതഅല്ലിമാകാൻ നമ്മൾ ശ്രമിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നാഫിയായ ഇൽമു വർദ്ധിപ്പിച്ചു തരട്ടെ. ഒന്നെങ്കിൽ നീ ആലിമാവണം, അല്ലെങ്കിൽ മുതഅല്ലിമാവണം, അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കുന്നവനാകണം, അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്നവനാകണം. വലാ തകുൻ ഖാമിസാ, ഈ 4ൽ 1 ആവണം. 5ാമത്തെ ഒരു വ്യക്തിയായി നീ മാറരുത്. അല്ലാഹുവിന്റെ ദീനുമായി ഇൽമുമായി നമുക്കൊക്കെ ബന്ധം വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. വെക്കേഷൻ സമയമായതുകൊണ്ട് നമ്മുടെ മക്കൾക്കൊക്കെ ട്യൂഷനും മറ്റൊക്കെ ആയി നല്ല മതപരമായ അറിവ് നമ്മൾ നൽകണം. അല്ലെങ്കിൽ മൊബൈലിന് അഡിക്റ്റ് ആയി നമ്മുടെ കുട്ടികൾ 2 മാസക്കാലം വെറുതെ കേടുന്നു പോകാനൊക്കെ സാധ്യതയുണ്ട്. അല്ലാഹു തആല നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഭാവി നൽകുമാറാവട്ടെ.